എറണാകുളം മാഞ്ഞാലിയിൽ തോക്കുകൾ പിടിച്ചെടുത്തു. കുപ്രസിദ്ധ ഗുണ്ട റിയാസിന്റെ വീട്ടിൽ നിന്നാണ് 4 തോക്കുകൾ പിടിച്ചെടുത്തത്. ഇയാളെ കസ്റ്റഡിയിലെടുത്തു. കൊച്ചിയിൽ നിന്ന് നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. നിധിൻ, എന്തെങ്കിലും പ്രത്യേക വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ പരിശോധന നടന്നത്? എന്തൊക്കെ കണ്ടെത്താൻ സാധിച്ചു? ഫാരിഷ, ഇന്ന് ഉച്ചയോടെയാണ് എറണാകുളം മാഞ്ഞാലയിലുള്ള റിയാസിന്റെ വീട്ടിൽ നിന്നും 4 തോക്കുകളും 9 ലക്ഷം രൂപയും 20 വെടിയുണ്ടകളും കണ്ടെടുക്കുന്നത്. നേരത്തെ ഈ എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യയ്ക്ക് ലഭിച്ച പ്രത്യേക രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന നടത്തിയത്. റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ റിയാസിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയിലാണ് തോക്കുകളും പൈസയും വെടിയുണ്ടകളും കണ്ടെടുക്കുന്നത്. പ്രധാനമായും ഈ റിയാസ് ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ്. 7ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. നിലവിൽ ഈ എവിടെ നിന്ന് ഈ തോക്ക് ലഭിച്ചു, ഈ തോക്കുകൾക്ക് ലൈസൻസ് ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ, പ്രധാനമായും ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റികൾക്കായാണോ ഈ തോക്ക് കൊണ്ടുവന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് പരിശോധിക്കുന്നത്. നിലവിൽ റിയാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് പൂർണ്ണമായും പോലീസിൻ്റെ സുരക്ഷയിലാണ്. ഈ വീടിനകത്ത് റിയാസിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലങ്ങാട് പോലീസും ഒപ്പം തന്നെ QRT ടീമും ക്വിക്ക് റെസ്പോൺസ് ടീമും സംയുക്തമായാണ് ഈ റിയാസിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയാണോ ഈ തോക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, ഈ ലൈസൻസ് ഉള്ള തോക്കുകളാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവർ പരിശോധിക്കുന്നുണ്ട്. ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം ആലങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ കൊണ്ടുപോകും. പിന്നീട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. ഫാരിഷ. യെസ്, ഗുണ്ട റിയാസിൽ നിന്നാണ് തോക്കുകളടക്കം പിടിച്ചെടുത്തിരിക്കുന്നത്. റിയാസിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് എന്തിനാണ് ഈ തോക്കുകളൊക്കെ കൈവശം വെച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകുകയായിരുന്നു.